നമ്മുടെ വാസസ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് 8ാമത്തെ ശ്ലോകത്തിൽ ചാണക്യൻ പ്രതിപാദിക്കുന്നത്. ഒരു നല്ല ജീവിതത്തിന് ചുറ്റുമുള്ള സാഹചര്യം എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. 1-ാം അധ്യായം ശ്ലോകം 8. സംസ്കൃത ശ്ലോകം. യസ്മിൻ ദേശേന സമ്മാനോ ന വൃത്തിർന ച ബാന്ധവാഃ ന ച വിദ്യാഗമഃ കശ്ചിത്തം ദേശം പരിവർജയേത്. പദാനുപദ അർത്ഥം: യസ്മിൻ ദേശേ, ഏതു ദേശത്താണോ അഥവാ സ്ഥലത്താണോ, ന സമ്മാനഃ, ബഹുമാനമില്ലാത്തത്, ന വൃത്തിഃ, തൊഴിലോ ജീവനമാർഗമോ ഇല്ലാത്തത്, ന ച ബാന്ധവാഃ, ബന്ധുക്കളോ അഥവാ സഹായികളോ ഇല്ലാത്തത്, ന ച വിദ്യാ ആഗമഃ, അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത്, കശ്ചിത്, യാതൊരു വിധത്തിലുള്ള, തം ദേശം, ആ ദേശത്തെ, പരിവർജയേത്, ഉപേക്ഷിക്കണം അഥവാ ഒഴിവാക്കണം. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് മാന്യമായ ഒരു പരിഗണന ലഭിക്കണം. വിശപ്പടക്കാൻ ആവശ്യമായ തൊഴിൽ അവിടെ ഉണ്ടായിരിക്കണം. ആപത്തിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. എല്ലാറ്റിനുമുപരി പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും എഡ്യൂക്കേഷൻ ഓർ ഗ്രൗത്ത് അവിടെ സാധിക്കണം. ഈ 4 കാര്യങ്ങളില്ലാത്ത ഒരിടത്ത് താമസിക്കുന്നത് ഒരാളുടെ വളർച്ചയെ മുരടിപ്പിക്കും. 2. ആത്മീയ അർത്ഥം. ആത്മീയമായ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം, അതായത് സത്സംഗം അത്യാവശ്യമാണ്. ജ്ഞാനികൾക്ക് ബഹുമാനമില്ലാത്ത, അധർമ്മത്തിലൂടെ ധനം സമ്പാദിക്കുന്ന, ആത്മീയമായ അറിവ് അഥവാ വിദ്യ പകർന്നു നൽകാൻ ആരുമില്ലാത്ത ഇടം ഒരുവന്റെ ആത്മീയ ചൈതന്യത്തെ നശിപ്പിക്കും. അത്തരം ദേശങ്ങളെ അഥവാ സാഹചര്യങ്ങളെ ബുദ്ധിമാനായവൻ ദൂരെ ഒഴിവാക്കണം. നമുക്ക് ലഭിക്കുന്ന ഉപദേശം: ഒരു പുതിയ വീട് വയ്ക്കുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ കേവലം സൗകര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. അവിടെ നമുക്ക് അന്തസ്സോടെ ജീവിക്കാനും അറിവ് നേടാനും സാമൂഹികമായ പിന്തുണ ലഭിക്കാനും കഴിയുമോ എന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ അവിടം ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. ഗുണപാഠ കഥ. ദേശാന്തര ഗമനം നടത്തിയ ശില്പി. ഒരിക്കൽ ഒരു ശില്പി തൻ്റെ കലയെ ആരും മാനിക്കാത്ത ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. അവിടെ ആരും അവൻ്റെ ശില്പങ്ങൾ വാങ്ങാനോ അവനെ പ്രശംസിക്കാനോ ഉണ്ടായിരുന്നില്ല. അവൻ ദാരിദ്ര്യത്തിലായി. കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. അവൻ ചാണക്യൻ്റെ ഈ ഉപദേശം ഓർത്തു. ഉടനെ അവൻ ആ ഗ്രാമം വിട്ട് കലയെ സ്നേഹിക്കുന്ന മറ്റൊരു നഗരത്തിലേക്ക് മാറി. അവിടെ അവന് വലിയ ബഹുമാനവും മികച്ച വരുമാനവും ലഭിച്ചു. അവിടെ വെച്ച് അവൻ പുതിയ ശില്പകലകൾ പഠിക്കുകയും ചെയ്തു. തൻ്റെ പഴയ സ്ഥലം ഉപേക്ഷിക്കാനുള്ള ധൈര്യം കാണിച്ചത് കൊണ്ടാണ് അവന് ഈ മാറ്റം ഉണ്ടായത്. ഗുണപാഠം: വളർച്ചയില്ലാത്ത ഇടങ്ങളിൽ തളച്ചിടപ്പെടരുത്. മാന്യതയും അറിവും ലഭിക്കുന്ന ഇടം തേടിപ്പോകാൻ നാം തയ്യാറാകണം.